കൊച്ചിയിലെ കപ്പൽ നിർമ്മാണ വ്യവസായ മേഖലയുടെ വികസനത്തിന് കേരളത്തിന് കേന്ദ്രം 4000 കോടിയുടെ സമ്മാനം നൽകി മേക്ക് ഇൻ ഇന്ത്യ നാഴികക്കല്ലാകുമെന്ന് മോദി പറഞ്ഞു തീർന്നില്ല. അവിടെയും കയറി തള്ളിമറിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. കൊച്ചി കപ്പൽശാലയിൽ 4000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യവേ ഈ പദ്ധതി കൊച്ചിയുടെയും ഭാരതത്തിന്റെയും ഭാവി മാറ്റിമറിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തീർന്നില്ല. ഇത് കേട്ടപാടെ കേരളം അത് ചെയ്തു, കേരളം ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മെയ്ഡ് ഇൻ കേരള ലോകത്താകെ ശ്രദ്ധയാകർഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ പൊക്കിയടിക്കുകയായിരുന്നു പിണറായി സർക്കാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്രം റേഷൻ കടകൾ വഴി നൽകുന്ന അരി പോലും സ്വന്തം പേരിൽ പിണറായി സർക്കാർ അടിച്ചെടുത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് വിളമ്പിയത്. അതായത് നമ്മുടെ മലയാളികൾ അറിഞ്ഞിരുന്നില്ല കേരളത്തിലെ റേഷൻ കടകളിൽ നിന്നും കിട്ടിയ അരി പോലും കേന്ദ്രം അഥവാ മോദി സർക്കാരാണ് നമുക്ക് നൽകുന്നതെന്ന്. ഇത്രയും നാൾ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കായിരുന്ന കേരള സർക്കാരിന് മുമ്പാകെ 4000 കോടിയുടെ കപ്പൽ നിർമ്മാണശാല മോദി ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൽ കയറി തൂങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇപ്പോഴിതാ രാജ്യത്ത് ഏറ്റവും വലിയ ഡ്രൈ ഡോക്കാണ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. ഇത് കൊച്ചിയുടെയും ഭാരതത്തിന്റെയും ഭാവി മാറ്റിമറിക്കുമെന്നാണ് രാജ്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി പറഞ്ഞത്. ഇതോടെയാണ് കേരളം അത് ചെയ്തു, കേരളം ഇത് ചെയ്തു എന്നൊക്കെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ചെന്ന് വലിയ വായിൽ വിളിച്ചു പറഞ്ഞതെന്ന് ഓർക്കണം. കൊച്ചി കപ്പൽശാലയിൽ 4000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ തുറമുഖങ്ങളിൽ കപ്പലുകൾക്ക് വളരെയധികം സമയം കാത്തുകിടക്കണമായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്നതാണ് നമ്മുടെ തുറമുഖങ്ങളെല്ലാം തന്നെ. ആഗോള കടൽ വ്യാപാരത്തിന്റെ കേന്ദ്രമാക്കി ഭാരതത്തെ മാറ്റുമെന്നും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ അതിന് സഹായകരമാകുമെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ന് ഇന്ത്യ ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്രമായി മാറുമ്പോൾ നമ്മൾ നമ്മുടെ കടൽ ശക്തിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാജ്യത്തിന് ഏറ്റവും വലിയ ഡ്രൈ ഡോക്കാണ് കൊച്ചിയിൽ ലഭിക്കുന്നത്. ഇതുകൂടാതെ കപ്പൽ നിർമ്മാണം, കപ്പൽ അറ്റകുറ്റപ്പണിക്കുള്ള അന്താരാഷ്ട്ര കേന്ദ്രം, LPG ഇറക്കുമതി ടെർമിനൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ മോദി ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയ പദ്ധതികളോടെ കപ്പൽശാലയുടെ ശേഷി തന്നെ പല മടങ്ങായി വർദ്ധിക്കും. ഈ സൗകര്യങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളെ അഭിനന്ദിക്കുന്നു എന്നാണ് മോദിയുടെ വാക്കുകൾ. ആസാദി കാ അമൃത്കാലിൽ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുന്നതിൽ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിനും അതിന്റേതായ പങ്കുണ്ടെന്നാണ് അദ്ദേഹം അറിയിച്ചത്. പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ടെത്തിയ പ്രധാനമന്ത്രിക്ക് കേരളം നന്ദി അർപ്പിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. 4000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതികൾ അടക്കമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ വികസനത്തിൽ കേരളം നൽകുന്ന മികച്ച പിന്തുണയുടെ ദൃഷ്ടാന്തം കൂടിയാണിത്. മേക്ക് ഇൻ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മേക്ക് ഇൻ കേരള മാറുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞതും. മേക്ക് ഇൻ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മേക്ക് ഇൻ കേരള മാറുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. മെയ്ഡ് ഇൻ കേരള ഉൽപ്പന്നങ്ങൾ ലോകത്താകെ ശ്രദ്ധയാകർഷിക്കുന്നു. ISROയുടെ ചന്ദ്രയാൻ മിഷനിലും മിഷൻ ആദിത്യയിലും കേരളത്തിൽ നിന്നുള്ള നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പങ്കാളികളായിട്ടുണ്ട്. കേരളത്തിന് അഭിമാനിക്കാൻ ഏറെ വകയുണ്ട്. ഇന്ത്യയുടെ യശസ് അക്ഷരാർത്ഥത്തിൽ വാനോളം ഉയർത്തുന്നതിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്ന അത്യാധുനിക പ്രകൃതി സൗഹൃദ ബോട്ടുകൾ. അവയുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും വാട്ടർ മെട്രോയും ഷിപ്പ്യാർഡും മാതൃകാപരമായി സഹകരിച്ചു. ഇന്ന് ഇതൊക്കെ തേടി ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആവശ്യക്കാർ കേരളത്തിലേക്ക് എത്തുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.